എന്തിനാ മോങ്ങുന്നേ? എടാ മണിക്കുട്ട, എന്തിനാ മോനെ കരയുന്നേ? അമ്മൂമ്മ ഈ അപ്പൂപ്പ രജനി സ്റ്റൈലിൽ വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് മൊട്ടയടിച്ചു വിട്ടു. അത് മൊട്ടയല്ലടാ, ഇങ്ങനെയാടാ ആ രജനീകാന്ത് തലമുടി വെട്ടുന്നത്. എന്തൊരു ഭംഗിയാ! ഓ, നിങ്ങളുടെ ഒരു ഭംഗി. പിള്ളേരുടെ ഇഷ്ടത്തിന് വെട്ടി കൊടുത്താ എന്താ? കേറി പോടിയകത്ത്. അവളുടെ ഒരു വക്കാലത്ത് മൊട്ടയെന്ന് വിരിഞ്ഞില്ല ചെക്കൻ. അതിനു മുമ്പ് അവന്റെ ഒരു രജനി സ്റ്റൈല്. പോട്ടെ മക്കളെ, മോൻ കരയണ്ട. ഇതിപ്പോ അങ്ങ് വളരത്തില്ല മോനെ. അതേ, അപ്പൂപ്പൻ ഉറങ്ങുമ്പോ നമുക്ക് അപ്പൂപ്പന്റെ തല മൊട്ടയടിച്ചു വിടാം. ഇപ്പൊ പോയി കുളിച്ചോ. നിനക്ക് ഏത് സ്റ്റൈലാണാ വേണ്ടത്? എനിക്ക് അപ്പൂപ്പന്റെ സ്റ്റൈൽ. കണ്ടോ കണ്ടോ, മോനാണ് അപ്പൂപ്പന്റെ കൊച്ചുമോൻ. നമസ്കാരം മുതലാളി. നീയോ? 2000 രൂപ എണ്ണി മേടിച്ചോണ്ട് പോയിട്ട് മാസം 3 ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. എവിടെ ആയിരുന്നടാ? ദാ കൊണ്ടുവന്നിട്ടുണ്ട് മുതലാളി. മുതലുണ്ട്, 3 മാസത്തെ പലിശയുണ്ട്. അത് നിന്റെ കൈ വെച്ചാ മതി. പലിശയ്ക്ക് പലിശയും ചേർത്ത് രൂപ 3000 എണ്ണി തരണം. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്. ഇത് അന്യായമാണ്. പിന്നെ എങ്ങനെ പറയേണ്ടത്? കെട്ടിയൊക്കെ പ്രസവ വേദന, മോന് വയറ്റ് വേദന എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വന്ന് നിൽക്കുമ്പോ എണ്ണിത്തരാൻ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നല്ലതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ കാശുണ്ടാക്കുന്നത്. ഇവിടെ ഓരോരുത്തന്മാര് 100-ന് 20-ഉം 15-ഉം വെച്ച് മേടിക്കുമ്പോ ഞാൻ വെറും 10 രൂപയാ വാങ്ങുന്നത്. നാട്ടുകാരല്ലേ, പിഴച്ചു പോട്ടേന്ന് കരുതി. എന്നിട്ട് ഇപ്പൊ എന്നെ ന്യായം പഠിപ്പിക്കുക. ചേട്ടാ കൊടുത്തേക്ക്, ഇനി ഇവിടെ നിന്ന് മിനിറ്റ് വെച്ച് പലിശ കയറും. ഇതാ മുതലാളി പറഞ്ഞ അത്രയും ഉണ്ട്. മാധവിയെ, ഉണ്ടേ. ഇത് മേടിച്ചെങ്കിൽ എന്നെ വെച്ചേ. താൻ എത്രയാ മേടിച്ചേ? അയ്യോ മുതലാളി, ഞാൻ ദേഹണ്ണക്കാരൻ വേലായുധനാ. ഓ. കല്യാണത്തിന് സദ്യയുടെ കാര്യം പറയാമെന്നതാ. അതാ നോക്ക്, ഈ വീട്ടിൽ നടക്കുന്ന അവസാനത്തെ കല്യാണമാ. ചെലവ് എത്രയായാലും സാരമില്ല. സാധ്യ നല്ല പൊടിപ്പനായിരിക്കണം. 3 കൂട്ടം പ്രഥമൻ, പാൽപായസം, 10 കൂട്ടം കറികള്, വലിയ പപ്പടം, ചെറിയ പപ്പടം എന്ന് വേണ്ട ഈ ലോകത്ത് എന്തെല്ലാം ബാക്കിയുണ്ടോ സദ്യ എല്ലാം. ഒന്നിനൊരു കുറവ് വരുത്തരുത്. അവയിൽ 4 തരം ഓലൻ, പുളിശ്ശേരി, എരിശ്ശേരി. നിന്റെ അച്ഛൻ കൊപ്രാനാണ് പിള്ള. എനിക്ക് ശ്രീധരന്റെ കാശ് വെട്ടിയിരിക്കുന്നു. ഏത് പൊടിയകത്ത് നിന്റെ അമ്മേനെ നങ്ങിത്തോണ്ട് പോയി. ബാക്കി നാളെ കേട്ടാ പോടാ. വാ. ഇതേ പെണ്ണിന്റെ വീട്ടുകാരുടെ പണം കൊണ്ട് ഞാൻ നടത്തുന്ന കല്യാണമല്ല. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടത്തുന്ന കല്യാണ. എന്തിനാ? അതാണ് ഭരതൻ പിള്ള. എന്റെ പുതിയ മരുമോള് ഒരു കോടീശ്വരന്റെ ഒറ്റ മോളാ. അയാൾക്കാണെങ്കിൽ പഞ്ഞുമില്ലേ, തുണുമില്ലേ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങള്. ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ആർക്കാ? എന്റെ മോൻ അനുഭവിക്കാനുള്ളതല്ലേ. പിന്നെ ഞാൻ അല്പം ചെലവാക്കിയാൽ എന്താ? നോക്ക്, കാലത്ത് 100 പേർക്ക് ഉപ്പുമാവും പഴവും, 300 പേർക്ക് കെട്ട് കഴിച്ച സദ്യ. അന്താണ് ബന്ധ. ഈ ബസ് കിസൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് തന്നെ ബാക്കിയാവുമെന്നാ എന്റെ പേടി. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ അങ്ങ് ചെയ്തേക്കണം. അല്ല മുതലാളി, ഒരു സംശയം. പാവങ്ങളായ ഞങ്ങൾ പോലും കുട്ടികളെ കടയിൽ കൊണ്ടുപോയാ മുടിവെട്ടിക്കാറുള്ളത്. മുതലാളിക്ക് വേണമെങ്കിൽ കടയോടിഞ്ഞു കൊണ്ടുവരാമല്ലോ. എന്നിട്ടും അതാണ് ഭരതൻ പിള്ള. ഒരുത്തിന് മുടി വെട്ടാൻ 7 രൂപ. അങ്ങനെ 3 എണ്ണത്തിന് എത്രയായി? രൂപ 21. മാസം 21 രൂപ വെച്ച് വർഷം എത്രയായി? 10 വർഷം എത്രയായി? ആ കാശ് പലിശയ്ക്ക് കൊടുത്താൽ കിട്ടുന്ന വരവെത്രയായി? ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, ദൈവം അപ്പാപ്പ എനിക്ക് ഉപദേശിച്ചു തരുന്നതാ. ഇനി വേലായ ചെല്ല്. ആർക്കാടി ഇതവിടെ മാറ്റിയിട്ടിരുന്നേ? നിന്റെ മുഖത്തെന്താ, കണ്ണില്ലേ? എല്ലാം കൂടി ഇന്ന് ചെയ്യണ്ട, നാളെ നനച്ചാ മതിയെന്ന് ശ്രീദേവിയാ പറഞ്ഞത്. അവിടെ ഒരു ശ്രീദേവി. അവൾ ആരാടി നിന്റെ? ഇവിടെ ഞാനാണോ അവളാണോ നിന്റെ അമ്മായിമ്മ? എന്തിനാ നാളെ ആക്കുന്നേ? കൊച്ചമ്മയുടെ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. അതുവരെ ബാക്കിയുള്ളവരോട് തുണി കൊടുക്കാണ്ട് നിന്നോളാം. ദേ, ആ ഊരുമ്പട്ടോട് പറയുന്ന കേട്ടോണ്ട് നികളിക്കാൻ നിന്നാലുണ്ടല്ലോ, നോക്കിയാൻ പിടിച്ചെടുക്കും. കല്യാണം നടക്കാൻ പോകുന്ന വീടാ. ഒരു 100 കൂട്ടം പണിയുണ്ട് ചെയ്തു തീർക്കാൻ. വീടൊക്കെ അടിച്ചു തുടയ്ക്കണം, നെല്ല് പുഴുങ്ങണം, തിന്നുകയും കുടിക്കുകയും ചെയ്ത പാത്രമൊക്കെ അടുക്കളക്കകത്ത് കൂട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഉരച്ചും പിഴിഞ്ഞ് നിന്നാലേ നിന്റെ മറ്റൊന്നും ചെയ്യൂടെ അതൊക്കെ? ചേട്ടന്റെയും പിള്ളേരുടെയും മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരുടെയും എഴുപ്പ് ഞാനല്ലേ അലക്കേണ്ടത്. ഈശ്വര, എന്തൊരു തലവിധി. കാശിന് വകയില്ലാത്ത നിന്നെ പിന്നെ ഇവിടെ കോട്ടപ്പുറത്തെ കെട്ടിലമ്മയാക്കുമെന്ന് വിചാരിച്ചോ? ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടല്ലേ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് നിന്നാ നിനക്കുള്ള, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. ഓ വന്നു ഭദ്രകാളി. ഞാനിവിടെ പറഞ്ഞതൊക്കെ പൊടിപ്പും തൊങ്ങലും കെട്ടി അവളോട് പറഞ്ഞില്ല വഴക്കുണ്ടാക്കിയുണ്ടല്ലോ. ബാക്കി ഞാൻ അപ്പ പറയാം.
ഭഗവതിക്കാവിൽ മണിക്കുട്ടിന് വേണ്ടിയിട്ട് നിറമാല ചാർത്തി. പിറന്നാളുകാരൻ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. എന്നോട് വിളിക്കണ്ട. കള്ള വല്ലതും കുത്തി പറഞ്ഞ് നോയിച്ചു കാണും അല്ലേ? മാഷിന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഊർമ്മ ടീച്ചർ പറഞ്ഞു. എന്താ? നല്ല സുഖം തോന്നിയില്ല. ഒരു ഹാഫ് ഡേ ലീവ് എടുത്തു. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കയറിയപ്പോ അച്ഛൻ കുറെ കല്യാണക്കുറി വന്നു. ഈ ചുറ്റെടുത്ത് കൊടുക്കാൻ. വെയിലത്ത് നടന്നുകൊണ്ടാവും. നല്ല ക്ഷീണം. വയ്യാതിരിക്കുമ്പോ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിയത്? വെയിലും മഴയൊന്നും കൊള്ളാതെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആര്? അച്ഛൻ. നോക്ക് ശ്രീദേവി, നീ ഒരു ടീച്ചറല്ലേ? സാധാരണ പെണ്ണുങ്ങളെ പോലെ തരം താനും സംസാരിക്കരുത്. അനിയന്റെ കല്യാണം വിളിക്കേണ്ടത് ചേട്ടന്മാരുടെ കടമ തന്നെയാ, അല്ലാതെ വയസ്സായ അച്ഛനല്ല പറഞ്ഞേക്കണത്. അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴേക്ക് മുഖം കറുത്തു. എല്ലാ വീട്ടിലുണ്ട് അച്ഛനും അമ്മയൊക്കെ. പക്ഷെ മക്കളും മരുമക്കളും സമ്പാദിച്ചുകൊണ്ടിരുന്ന കാശ് മുഴുവൻ പിടിച്ചു പറിച്ച് കുടുംബഭരണം നടത്തുന്ന അച്ഛനെ ഇവിടെ മാത്രമേ കാണാൻ ഒക്കൂ. കുടുംബഭരണം നടത്തുന്നുണ്ടല്ലോ. അതെ, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അല്ല, ഇതാരും അമ്മയാ? അല്ല, അമ്മയുടെ പ്രേതം. കഴിഞ്ഞ ഒരു ചുറ്റല് ഉടുത്തൊരുങ്ങി ഇറങ്ങും രാവിലെ രണ്ടും കൂടെ. കല്യാണത്തിന് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാത്തിനും കിടന്നോടാൻ അച്ഛൻ മാത്രമുണ്ട്. പറയുമ്പോ തടിമാടന്മാര് 4 ഉണ്ട് മക്കള്. ഇപ്പൊ മണി എത്രയായി? നേരത്തെ വീട്ടിൽ കയറി വന്നാ നിനക്ക്? അമ്മ എന്തറിഞ്ഞിട്ട് പറയണേ? മീനാക്ഷിയുടെ പാർട്ടിയുടെ ഷഷ്ടിപൂർത്തി ഇന്നായിരുന്നില്ലേ? മഠത്തിലൊന്ന് കയറിയിട്ട് ടൗണിലെത്തിയപ്പോ നമ്മടെ മീനാക്ഷിക്ക് ഒരു പൂതി, ഒരു സിനിമ കാണണേ. എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി. ഒരു സിനിമ കൊണ്ട് കാണിക്കാൻ ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? ഞാൻ കൂടെ വന്നാലെന്താ? സിനിമ കൊട്ടായി കയറ്റിയല്ലേ? അയ്യോ എന്റെ അമ്മ, ഞങ്ങള് പോയതൊരു ഇംഗ്ലീഷ് സിനിമയ്ക്കാ. അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. നിന്റെ കെട്ടിയൊക്കെ മനസ്സിലാവുന്ന ഇംഗ്ലീഷൊക്കെ എനിക്കും മനസ്സിലാവും. അതെങ്ങനെയാ? പട്ടത്തിയെ കെട്ടിയാ പിന്നെ പെറ്റമ്മയെ മറക്കും എന്നല്ലേ പഴഞ്ചൊല്ല്. എനിക്ക് പട്ടത്തിനും വേണം, പെറ്റമ്മയും വേണം. അതുകൊണ്ട് സ്പെഷ്യലായി വാങ്ങിച്ചുകൊണ്ട് വന്ന നല്ല കോഴിക്കോടൻ ഒന്നാന്തരം അലുവ. ഓ, ഇതൊരു 1/4 കിലോ കാണും. ഒരു 2 കിലോ വാങ്ങിച്ച നിന്റെ മാനം പോകുന്നില്ലല്ലോ. മീനാക്ഷി, ഇനി ഇവിടെ നിന്നാ നമ്മുടെ ഉള്ള മാനം പോവും. മീനാക്ഷി കേറ്. അമ്മ തിന്നുകൊണ്ടിരിക്കട്ടാ. അതേ ഇല്ല, പറഞ്ഞു പോണൊന്നുമില്ല. വേണ്ടടാ, വേണ്ട വേണ്ട, കരണ്ട. ഇപ്പൊ തരാവേ. വേണ്ട മോനെ, വേണ്ട 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 വേണ്ട. അയ്യോ, കല്യാണം എത്തിയോ? നാട് കാണാൻ ഇറങ്ങിയാ പിന്നെ കുഞ്ഞൊന്നും വീടൊന്നും ഒരു വിചാരമില്ല നിങ്ങൾക്ക്. വരുന്ന വഴിക്ക് പെട്രോളിന്റെ വണ്ടി തീർന്നേ. എന്താ? അല്ല, വണ്ടിയുടെ പെട്രോൾ തീർന്നു. വേണ്ട വേണ്ട, കള്ളൊന്നും പറയണ്ട. എനിക്കറിയാം എവിടെയായിരുന്നു. ചെല്ല്. ഏത് സിനിമയ്ക്കാ പോയത്? വെറുതെ ഒരു ഇംഗ്ലീഷ് ഫിലിം, ജുറാസിക് പാർക്ക്. ദിനോസറെ കാണാൻ നിങ്ങൾ എന്തിനാ തിയേറ്റർ വരെ പോയത്? ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ദിനോസർ. വേണ്ട പോണു. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻകിടാവേ ഉറക്കമായോ, ഇളമാൻകിടാവേ ഉറക്കമായോ. എല്ലാരും ഉറങ്ങി. ആരാ പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത്? ചുണയുണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ. നീ വരില്ല, വരാനുള്ള ചങ്കൂറ്റയില്ല. എടാ, കോട്ടപ്പുറം മഹാദേവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചേക്കാൻ ഒരു പട്ടിയില്ലടാ. മഹാദേവ, പട്ടിയും പൂച്ച ഒന്നും അല്ല എന്റെ മഹാദേവ. ഗേറ്റിന്റെ കൊളുത്താ. കള്ളു വയറ്റിൽ കിടന്നോണ്ടുള്ള ഓരോ തോന്നിപ്പിക്കലേ. സോറി മദർ, പല അനിമൽസും ഫോളോ ചെയ്യാണെന്ന് തെറ്റിദ്ധരിച്ചു. താങ്ക് യു മദർ, താങ്ക് യു. അമ്മയില്ലാതൊരു ദൈവമില്ല. ചേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ, ഇരുന്ന് തൂങ്ങാതെ ചോറുന്ന്. എന്തിരിക്കെ? എന്താ ഇത്? അയല വറുത്തത്. മീനോ? മത്സ്യമാംസം തൊടാത്ത കോട്ടപ്പുറത്ത് വീട്ടിൽ ആരാണ് മീൻ വെച്ചത്? അത് ചോദിച്ചിട്ടല്ല ബാക്കി കാര്യം. പതുക്കെ. മീനും ഇറച്ചിയും ഇല്ലാതെ ചോറ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ല എന്ന് ചേട്ടനല്ലേ പറയാറ്. അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ മനുഷ്യ. എന്തിനായിട്ടാ കറിയുന്നേ? ചന്ദ്രിക, എന്റെ ചന്ദ്രിക, നീ മാത്രമാണ് എന്റെ ചന്ദ്രിക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ചന്ദ്രി. എന്നോട് ഇത്ര മാത്രം സ്നേഹം നിനക്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി. എങ്കിലും ചന്ദ്രി, എനിക്കിത് സഹിക്കാൻ വയ്യ.
എനിക്ക് സഹിക്കാൻ വയ്യ 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 കരഞ്ഞത് മതിയെ ആഹാരം കഴിക്കേ. ചന്ദ്രി നമ്മുടെ ഒരു മോനോടെ പോയി. ആ നമ്മുടെ മക്കൾ 3 രൂപ കിടന്നുറങ്ങുന്നേ. 3 ആ എന്താ ചന്ദ്രൻ ഈ പറയുന്നത്? നമുക്ക് 4 മക്കളില്ലേ? നിങ്ങൾ എന്താ അനാവശ്യമോ മനുഷ്യ പറയുന്നേ? ചന്ദ്രനി നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറ നമുക്ക് മൊത്തം 4 മക്കളാ. എന്റെ ഈശ്വര കുടിച്ചേച്ച് വന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം പോലും അറിയാൻ പാടില്ലെന്നായോ? എനിക്ക് വയ്യ ഇയാടെ കൂടെ. ചന്ദ്രി, ഞാൻ പോവാ എവിടെങ്കിലും ഇറങ്ങി. ചന്ദ്രനി ഞാൻ എണ്ണാം നോക്കിക്കോ. 1 2 3 1 2 3 അയ്യോ 1